ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ കണ്ണന്റെ പല്ലക്കിന് നേരെ എറിഞ്ഞ ആ മാല ചെന്ന് വീണത് ശ്യാമയുടെ മകളായ രാധികയുടെയും വരുണിന്റെയും കഴുത്തിൽ. അവർ രണ്ടുപേരും പെട്ടെന്ന് അവരുടെ കഴുത്തിലേക്ക് മാല വന്ന് വീണതിന്റെ ആശ്ചര്യത്തിൽ പരസ്പരം നോക്കുന്നു. വരുൺ സന്തോഷത്തോടെ തന്റെയും താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെയും കൂടി കഴുത്തിൽ ഒരുമിച്ച് വന്ന ആ മാല വീണത് കണ്ട് സന്തോഷപൂർവ്വം വരുൺ അങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ രാധിക വേഗം തന്നെ തന്റെ കഴുത്തിൽ നിന്ന് മാല ഊരി മാറ്റി. വരുൺ ആശ്ചര്യത്തോടെയും അതിശയത്തോടെയും രാധികയെ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ട് രാധിക ആ മാലയും എടുത്ത് ആകെ ചമ്മലോടെ അവിടെ നിന്ന് മാറുന്നു. അതിനുശേഷം നേരെ ആ ക്ഷേത്ര കുളക്കടവിന്റെ കൽപ്പടവിൽ വന്ന് ആ മാലയും കയ്യിൽ പിടിച്ച് ആ നിമിഷത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് രാധിക ഇരിക്കണം. രാധിക അത് തന്നെ അങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കണ്ട് അവിടേക്കെത്തിയ രാധികയുടെ കൂട്ടുകാരിമാർ രാധികയെ കളിയാക്കുന്നു. എന്താ ഇത് ഇങ്ങനെ? ശരിക്കും ഇതുപോലെ മാല കയ്യിൽ പിടിച്ച് ഭരണമാല്യം പോലും ഇത്രയും നേരം കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു പെണ്ണും ഉണ്ടായിട്ടുണ്ടാവില്ല ഇന്നേ വരെ. ഇത് എന്തോ വിവാഹം കഴിഞ്ഞ് ആളുകളെക്കാൾ ഏറെ മറ്റെന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെയാണല്ലോ ഇവൾ ഈ മാലയും പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കൂട്ടുകാരിമാർ കളിയാക്കി ചിരിച്ചുകൊണ്ട് ക്ഷേത്രക്കുളത്തിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോയി. ശ്യാമ അവരുടെ ആ കളിയാക്കലുകൾ കേട്ട് ആകെ സംശയത്തോടിരിക്കുമ്പോ ക്ഷേത്രത്തിന്റെ ആ കുളത്തിൽ തന്റെ നിഴലിനോടൊപ്പം പിന്നിലായി ആ ചെറുപ്പക്കാരന്റെ നിഴൽ കൂടി രാധിക കാണാനിടയായി. പെട്ടെന്ന് രാധിക ആകെ സംശയത്തോടെ പിന്നിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ പിന്തിരിഞ്ഞു നോക്കി. എന്നിട്ടും അവിടെ ആ ചെറുപ്പക്കാരനെ കാണുന്നില്ല. ആകെ സംശയമായി രാധികയ്ക്ക്. ഒരിക്കൽ കൂടി ആ നിഴലിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ ചെറുപ്പക്കാരനെ കണ്ടില്ല. വീണ്ടും രാധിക സംശയത്തോടെ ആ കുളക്കടവിൽ വീണ്ടും നോക്കി. അപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു. അല്ല, ഇതെന്താ, ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് ചോദിച്ച് രാധിക തന്റെ തലയിലേക്ക് കൈവച്ചടിക്കുമ്പോ ഉടനെ അപ്പുറത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോ തന്റെ സ്വപ്നത്തിൽ ഞാനുണ്ടല്ലേ? ആ ചോദ്യം കേട്ട് രാധിക അത് ആരാണെന്ന രീതിയിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോ ആ കുളത്തിന്റെ സൈഡിലായി പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന വരുണിനെ രാധിക കാണുന്നു. ആ ചെറുപ്പക്കാരൻ തന്നെ നോക്കിയാണല്ലോ ഇങ്ങനെ സംസാരിച്ചതെന്ന് കേട്ട് രാധിക അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പുഞ്ചിരിച്ചുകൊണ്ട് രാധികയുടെ അരികിലേക്ക് വരുൺ നടന്നെത്തി. രാധിക വേഗം ചാടി നിൽക്കുമ്പോൾ കയ്യിൽ ആ മാല ഇരിക്കുന്നത് വരുൺ ശ്രദ്ധിച്ചു. പെട്ടെന്ന് ആ രാധിക തന്റെ കയ്യിലിരുന്ന തുളസിമാല പിന്നിലായി ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് രാധിക വരുണിനെ നോക്കി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രാധികയുടെ നോട്ടം കണ്ട് വരുൺ അരികിലേക്ക് വന്ന് രാധികയെ തന്നെ ഉറ്റുനോക്കുന്നു. രാധിക ഇപ്പോഴും താൻ കാണുന്നത് സ്വപ്നമാണെന്നുള്ള രീതിയിലാണ് രാധികയുടെ നോട്ടമെന്ന് വരുണിന് മനസ്സിലായി. വരുൺ അരികിൽ ചെന്ന് രാധികയെ തന്നെ നോക്കിയിട്ടും കൺമുന്നിൽ വന്ന് നിൽക്കുന്ന വരുണിനെ കണ്ട ഭാവം പോലും ഇല്ലാതെ വരുണിന്റെ കണ്ണിലേക്ക് തന്നെ അങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ് രാധിക. രാധികയുടെ അരികിലെത്തി വരുൺ തന്റെ കൈകൾ കൊണ്ട് കണ്ണിന്റെ മുഖത്തൂടെ അങ്ങനെ ഓടിച്ചിട്ട് പോലും രാധികയുടെ ഇമയൊന്നും വെട്ടാതെ അങ്ങനെ തന്നെ നോക്കുന്നത് കണ്ട് പതുക്കെ വരുൺ രാധികയുടെ കൈയിലായി ഒന്ന് ചെറുതായി ഞുള്ളുന്നു. രാധിക അപ്പോഴേക്കും വേദന കൊണ്ട് എന്ന് നിലവിളിച്ച് കൈ തട്ടി മാറ്റി. അപ്പോഴേക്കും വരുൺ അറിയിച്ചു, എടോ ഞാൻ തന്നെയാടോ, താൻ സ്വപ്നം കാണുന്നതൊന്നുമല്ല എന്ന് പറഞ്ഞ് വരുൺ രാധികയോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ രാധിക പോകാനായി ഒരുങ്ങി. വരുൺ ഉടനെ രാധികയുടെ പിന്നാലെ ഓടിയിട്ട് വന്നു. എടോ ഒന്ന് നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ രാധിക വരുണിനെ നോക്കി. അല്ല, ഇന്ന് തന്നെ ഇവിടെ വെച്ച് കണ്ടല്ലോ, ആദ്യമായി നമ്മൾ കണ്ടതുമൊക്കെ വളരെ യാദൃശ്ചികമായി സംഭവിച്ച കാര്യമാണ്. എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചിത്രമാണ് ഇന്ന് താൻ കളിച്ച ഡാൻസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചിത്രം ഇനി ഞാൻ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ എടുത്ത ചിത്രങ്ങളിൽ, എൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങളിൽ ഇത്രയും നാളും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു മുഖം കൂടി അതിൽ പകർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്രത്തോളം എന്നെ ആകർഷിച്ച ഒരു മുഖം കൂടി എന്ന് പറഞ്ഞപ്പോൾ രാധിക ഒന്നും മിണ്ടാൻ നിൽക്കാതെ ഓടിപ്പോകാൻ തുടങ്ങുമ്പോൾ രാധികയുടെ പിന്നാലെ വീണ്ടും ഓടിയെത്തി വരുൺ പറഞ്ഞു, ഒന്ന് നിൽക്ക്, എനിക്ക് തന്നോടൊരു കാര്യം കൂടി പറയാനുണ്ട്. തന്നെക്കുറിച്ച് ഞാൻ എൻ്റെ മുത്തശ്ശിയോട് പറഞ്ഞു. എടോ, അപ്പോൾ എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ? താൻ രാധയാണെന്നാണ്. കൃഷ്ണന്റെ രാധ, കണ്ണന്റെ രാധ. അതെ, എനിക്കും അങ്ങനെ തന്നെ തോന്നി കേട്ടോ തന്നെ കണ്ടപ്പോ. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി തന്നെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, എന്റെ മനസ്സിൽ ഇത്രയും നാളും മറ്റൊരു പെൺകുട്ടിയോടും തോന്നിയിട്ടില്ലാത്ത ഒരു ഇഷ്ടം. എനിക്ക് തന്നെ ഇഷ്ടമാടോ, അക്കാര്യം പറയാനാണ് ഞാൻ വന്നത്. തന്നോട് ഈ കാര്യം തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നോട് പറഞ്ഞു. തനിക്ക് എന്നെ ഇഷ്ടമാണോ? തനിക്ക് ഇഷ്ടമായോടോ എന്ന് ചോദിച്ച് വരുൺ ആ മാലയിൽ പിടിച്ചുകൊണ്ട്, തുളസി മാലയിലൊന്ന് പിടിച്ച് വരുൺ രാധികയോട് സംസാരിച്ചു നിൽക്കുമ്പോൾ രാധിക ആ ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ വേഗം ആ മാല വരുണിന്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തിട്ട് ആ കൽപ്പടവ് കയറി ഓടി മുകളിലേക്ക് പോകുന്ന കാഴ്ച കണ്ട് വരുണാകം
വരുൺ വേഗം രാധികയെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, എനിക്ക് മനസ്സിലായി കേട്ടോ. അത് കേട്ടതും രാധിക വേഗം പിന്തിരിഞ്ഞ് വരുണിനെ നോക്കി. വരുൺ അപ്പോഴേക്കും രാധികയെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും രാധിക ആകെ ഞെട്ടലോടെ തന്നെ ഒന്ന് വരുണിനെ നോക്കുക മാത്രം ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. രാധിക ഓടിപ്പോകുന്നത് കണ്ട് വരുൺ ആ മാല കയ്യിൽ പിടിച്ച് അങ്ങനെ പുഞ്ചിരിയോടെ ആ കുളക്കടവിൽ തന്നെ നിൽക്കുന്നു. അതിനുശേഷം ഈ സന്തോഷ വാർത്ത താൻ രാധികയെ കണ്ടുമുട്ടിയ കാര്യം പറയാനായി മുത്തശ്ശിയുടെ അരികിലേക്ക് എത്തി. മുത്തശ്ശി മയങ്ങിക്കാണുമെന്ന് വിചാരിച്ച് മുത്തശ്ശിയെ പേടിപ്പിക്കാനായി അരികിലേക്ക് എത്തി. ധോ എന്ന് വെച്ചിട്ടും മുത്തശ്ശി നല്ല മയക്കമാണെന്ന് കണ്ടതോടെ അരുണാകെ നിരാശയോടെ മുത്തശ്ശിയുടെ സൈഡിൽ വന്ന് അങ്ങനെ ഇരുന്നു. മുത്തശ്ശി നന്നായി ഉറങ്ങിയിരിക്കുന്നത് കൊണ്ട് മുത്തശ്ശിയോട് ഇനിയും ഇക്കാര്യം പറയാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വേഗം പതുക്കെ എഴുന്നേറ്റ് വരുൺ പോകാൻ തുടങ്ങുമ്പോൾ അവിടെ മയക്കത്തിലായിരുന്ന മുത്തശ്ശി ചോദിച്ചു, നിന്റെ പെണ്ണിനെ കണ്ടല്ലേടാ? ആ ചോദ്യം കേട്ട ഉടനെ വരുൺ അതിശയത്തോടെ, ആഹാ, അപ്പോ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ച് വരുൺ അരികിലേക്ക് എത്തുന്നു. മുത്തശ്ശിയെ എഴുന്നേൽപ്പിച്ച് വരുൺ സംസാരിക്കാൻ തുടങ്ങിയത് മുത്തശ്ശി എഴുന്നേറ്റ് ചോദിച്ചു, അല്ല മുത്തശ്ശിക്ക് എങ്ങനെയാ അക്കാര്യം മനസ്സിലായത് എന്നാ വരുണിന്റെ ചോദ്യം കേട്ട് മുത്തശ്ശി പറഞ്ഞു, അതെ, നീ ഇങ്ങോട്ട് ഓടിച്ചാടിയല്ലേ വന്നത്. അത് ആ വരവ് കാണുമ്പോൾ തന്നെ അറിയാം നിന്റെ പെൺകുട്ടിയെ നീ കണ്ടു എന്ന്. അതാണ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞപ്പോ വരുൺ ചോദിച്ചു, അല്ല ഇതൊക്കെ എങ്ങനെ പഠിച്ചു? എടാ, എത്ര വർഷമായി, ഇത്രയും വർഷത്തെ പരിചയം അനുഭവമൊക്കെ ഉണ്ടല്ലോ. മാത്രമല്ല പല ആളുകളെയും കണ്ട പരിചയവുമുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിന് കാരണം എന്ന് മുത്തശ്ശി അറിയിച്ചു. അല്ല, അതൊക്കെ പോട്ടെ, നിന്റെ പെണ്ണെന്തു പറഞ്ഞു? അതാ എനിക്ക് അറിയേണ്ടത്. നീ പെങ്കൊച്ചിനോട് സംസാരിച്ചോ? അവളുടെ പേരൊക്കെ മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചപ്പോ വരുൺ മുത്തശ്ശിയോട് പറഞ്ഞു, അതെ, പേര് പ്രിയങ്ക. പിന്നെ അവളുടെ അച്ഛൻ ക്ഷേത്രത്തിലെ പൂജാരിയാണമ്മേ. അതും ഞാൻ അറിഞ്ഞു. ഇത് കേട്ട ഉടനെ വരുണിനോട് മുത്തശ്ശി പറഞ്ഞു, ഓ, പൂജാരിയാണോ? അതൊന്നും അത്ര നല്ല കാര്യമൊന്നുമില്ല. പൂജാരി എന്നൊക്കെ പറഞ്ഞ് അത്ര വലിയ കാര്യമുള്ള ജോലിയൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു, അതെ മുത്തശ്ശി, അത് മാത്രമല്ല, ഇന്ന് അവളുടെ ഡാൻസ് ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കാണുകയും ഞാൻ അവളെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് മാത്രമല്ല മുത്തശ്ശി, അവളുടെ അച്ഛന്റെ ജോലിക്കാരി ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേക്കും അതത്ര വലിയ ജോലിയൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു, അതെ, കണ്ണന്റെ തൊട്ടടുത്ത ആളാണ് ഈ ദേവനാരായണൻ എന്ന് പറയുന്ന ആള്. അറിയാവോ? ദേവനാരായണൻ എന്നാണ് അവളുടെ അച്ഛന്റെ പേര്. അത് മാത്രമല്ല, അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കണ്ണൻ തീർച്ചയായിട്ടും അനുഗ്രഹം നൽകുകയും ചെയ്യും. അത്രയ്ക്ക് ഭഗവാനോട് അടുത്ത് നിൽക്കുന്ന ആളാ. അത് മുത്തശ്ശിക്കറിയാവോ? ഭഗവാൻ കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ജനങ്ങളുടെ മനസ്സിലെ തൊട്ടടുത്ത സ്ഥാനം ഈ ദേവനാരായണ തിരുമേനിക്കാണ്. അത് മുത്തശ്ശിക്കറിയോ എന്നൊക്കെ ചോദിച്ച് വരുൺ സംസാരിക്കുന്നത് കേട്ട് മനസ്സിലായി. ഭാവി അമ്മായിയപ്പനോട് എന്തൊരു സ്നേഹവും ബഹുമാനമൊക്കെയാ എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ ചിരിച്ചുകൊണ്ട് ചാടി എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നാണല്ലോ ഇവിടെ എല്ലാവരുടെയും പരാതിയും വിഷമവും ഒക്കെ. എന്തായാലും ഞാൻ ആ പരാതി അങ്ങ് പരിഹരിക്കാമെന്ന് തീരുമാനിച്ചു. വേറൊന്നുമല്ല, ഇനി നിങ്ങൾക്കെല്ലാവർക്കും അത്ര നിർബന്ധമാണെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വരുൺ ആ ഭിത്തിയുടെ അരികിൽ ചെന്നങ്ങനെ ചേർന്ന് വിരലൊക്കെ ആ ഭിത്തിയിൽ ഇങ്ങനെ ഓടിച്ച് പറയുന്നത് കണ്ട് മുത്തശ്ശി ചോദിച്ചു, അതെ, എന്റെ പൊന്നുമോൻ അവിടെ ചെന്ന് പറയാതെ ഇങ്ങോട്ട് വന്നേ, എന്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞേടാ എന്ന് പറഞ്ഞപ്പോ വരുൺ അരികിലേക്ക് വന്നതും മുത്തശ്ശി വരുണിന്റെ ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ മുത്തശ്ശി വേണ്ട സമയത്ത് വേണ്ട പോലെ നിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചോളാം. അത് കേട്ടതും എന്റെ പൊന്നു മുത്തശ്ശി, എന്നാലേ ഗുഡ് നൈറ്റ് എന്റെ ചക്കര മുത്തശ്ശിക്ക് ഉമ്മ എന്ന് പറഞ്ഞ് വരുൺ വേഗം റൂമിലേക്ക് പോകുന്നു. ഈ കാഴ്ച കണ്ട ഉടനെ മുത്തശ്ശി വരുണിന് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിൽ വരുണിന്റെ മനസ്സ് അങ്ങനെ തുള്ളിച്ചാടുന്നത് കണ്ട് മുത്തശ്ശിയും സമാധാനത്തോടെ റൂമിലിരുന്നു. അങ്ങനെ എൻ്റെ കൊച്ചുമകളെ കണ്ടുപിടിച്ചു അല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ വീട്ടിലെത്തിയതിനു ശേഷം രാധിക കണ്ണന്റെ അരികിലെത്തി വരുണിനെ കുറിച്ച് സംസാരിച്ചു. അല്ല, അതാരാണ്? എന്തിനാ കണ്ണ എൻ്റെ അരികിലേക്ക് ഇങ്ങനെ ഒരാളെ പറഞ്ഞയച്ചത്? അല്ല, അയാൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ എതിർക്കാതിരുന്നത്? എന്താ കണ്ണ ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്? നീ പലപ്പോഴും പല സ്വപ്നങ്ങളും എന്നെ കാണിച്ചിട്ട് അവസാനം അതിനേക്കാൾ ഏറെ എന്നെ സങ്കടപ്പെടുത്തുന്ന ആളല്ലേ നീ. ഇനിയും അങ്ങനെ സങ്കടപ്പെടുത്താനാണെങ്കിൽ വേണ്ട കേട്ടോ, എന്നെ ഇങ്ങനെയൊന്നും ഇത്തരം ചിന്തകളൊന്നും എൻ്റെ മനസ്സിലേക്ക് നീ കൊണ്ടുവരില്ലേ എന്നൊക്കെ കണ്ണനോട് പ്രാർത്ഥനയോടെ ശ്യാമ അപേക്ഷിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന നേരത്തെ കണ്ണന്റെ മുന്നിൽ കൈകൂപ്പി കണ്ണനോട് ഈ സങ്കടം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും രാധിക വീണ്ടും കണ്ണനോട് ചോദിച്ചു, ഇനിയും എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്താനല്ലല്ലോ അല്ലേ? ഒന്നുകൂടി ആവർത്തിച്ച് അന്വേഷിച്ചു. അതിനുശേഷം വീണ്ടും അടുക്കളയില് ജോലിയിൽ മുഴുകിക്കൊണ്ട് രാധിക ഓരോന്നും ചെയ്യുമ്പോഴാണ് ദേവനാരായണൻ പറഞ്ഞ അനുസരിച്ച് അവിടേക്ക് ദേവനാരായണന്റെ മകളായ പ്രിയങ്കയ്ക്ക് വേണ്ടി വിവാഹാലോചനയുമായി
ബ്രോക്കർ ദാസപ്പൻ എത്തിയത്. ദാസപ്പനെ വിളിപ്പിച്ചതിന്റെ കാരണം എന്താണെന്ന് ദേവനാരായണൻ അറിയിച്ചു. അല്ല തിരുമേനി, ഇത്ര വേഗം എന്നെ വിളിപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്. ഇവിടെ 2 പെൺകുട്ടികളുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും ദേവനാരായണൻ പറഞ്ഞു, അതെ, ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി പറയേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ രാധിക ചായ എടുക്കുന്നത് കണ്ട് കിച്ചണിലേക്ക് എത്തിയ പ്രിയങ്ക പറഞ്ഞു, അതേ, ചായയൊക്കെ എടുത്തോ, വേഗം ചെല്ല്, അവിടെ ഒരാളെ അച്ഛൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ ദാസപ്പൻ, ബ്രോക്കർ ദാസപ്പൻ വന്നിട്ടുണ്ട്. എന്തായാലും സാധാരണ പെൺകുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനെ ഒരാൾ വരുന്നത് ഒരു പ്രത്യേക സമയത്താണല്ലോ എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു, അങ്ങനെ കല്യാണാലോചനയുടെ കാര്യത്തിനൊന്നും ആയിരിക്കില്ല അച്ഛൻ വിളിച്ചത്, അച്ഛൻ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി വിളിപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കാണിച്ചിട്ട് ഈ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ പറഞ്ഞാലേ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇതിന് എതിർപ്പൊന്നുമില്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെ നിന്നേക്കരുത്. മര്യാദയ്ക്ക് ചെറുപ്പക്കാരനോട് സംസാരിക്കുകയും അയാളെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം മാത്രം, ഇഷ്ടമാണെങ്കിൽ മാത്രമേ സമ്മതം മൂളാവുള്ളൂ. പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ രാധികയെ പ്രിയങ്ക ഗുണദോഷിച്ചു. എന്തായാലും ചായക്കായിട്ട് ചെല്ലേ, എനിക്ക് വിശക്കണം, ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്ക പ്ലേറ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ രാധിക പ്രിയങ്കയെ തടഞ്ഞു. വേണ്ട, ഞാൻ എടുത്തു തരാം, നിനക്കല്ലെങ്കിലും ഇത് എവിടെ ഇരിക്കുന്നതെന്നൊന്നും അറിയത്തൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പ്ലേറ്റുമായിട്ട് വേഗം ചെന്ന് രാധിക പ്രിയങ്കയ്ക്ക് ഭക്ഷണം എടുക്കാൻ തുടങ്ങി. പ്രിയങ്ക തനിച്ചെടുക്കാനായി തുടങ്ങുമ്പോൾ തന്റെ പ്ലേറ്റിലേക്ക് അതൊക്കെ ദോശയൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ മാർക്ക് അങ്ങോട്ട്, ഇത് കറിയൊക്കെ എവിടെ ഇരിക്കുന്നത് നിനക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയ്ക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്തു കൊടുത്തു. അതിനുശേഷം ചായയുമായി നേരെ ഹാളിലേക്ക് പോകുമ്പോൾ ദേവനാരായണനും അമ്മയും കൂടി ദാസപ്പനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അതെ, ഞങ്ങളുടെ അവസ്ഥയും അറിയാമല്ലോ, പിന്നെ നല്ല കുടുംബത്തിൽ നിന്നായിരിക്കണം പയ്യനെ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ അറിയിച്ചു. അതെല്ലാം കേട്ട്, അതൊക്കെ പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ, പിന്നെ ഞങ്ങളുടെ അവസ്ഥയും അറിയാമല്ലോ, നിങ്ങൾക്ക് പറ്റിയ ആളും ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് പെൺകുട്ടി എന്ന് പറഞ്ഞ് വേഗം ഫോട്ടോ എടുത്ത് ദാസപ്പന് നേരെ ദേവനാരായണൻ നീട്ടി. ഫോട്ടോ കണ്ടുകൊണ്ട് ദാസപ്പൻ ഇരിക്കുമ്പോഴാണ് ചായയുമായി രാധിക അവിടേക്ക് എത്തിയത്. രാധിക ചായ കൊടുക്കുന്നതിനിടയിൽ ഫോട്ടോയിലേക്ക് നോക്കിയതും അത് പ്രിയങ്കയുടെ ഫോട്ടോയാണെന്ന് കണ്ടതോടെ രാധികയ്ക്ക് ആശ്വാസമായി. രാധിക എല്ലാവർക്കും ചായ കൊടുക്കുമ്പോൾ മുത്തശ്ശിക്കും ചായയുമായി വന്നിട്ട് മുത്തശ്ശി അത് ആ ടേബിളിലേക്ക് വെച്ചേക്കാൻ പറഞ്ഞു. അത് കേട്ട യശോദയും അത് അവിടേക്ക് വെച്ചേക്കാനായി പറഞ്ഞത് കേട്ട് രാധിക അവിടെ ചായ വെച്ചിട്ട് നേരെ ഹാളിൽ നിന്ന് ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തി. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രിയങ്ക ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരു ഗ്ലാസ് ചായയുമായി രാധികയും വന്നു. രാധിക ചായ കൊണ്ടുവന്ന് പ്രിയങ്കയുടെ മുന്നിലേക്ക് വെച്ചപ്പോഴാണ് അവിടെ നിന്ന് ദേവനാരായണൻ ദാസപ്പനോട് പറഞ്ഞത്, അതെ, കുട്ടിയുടെ കാര്യത്തില് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നല്ല പയ്യനെ ആയിരിക്കണം, നല്ല ആലോചന വേണം കൊണ്ടുവരാൻ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, പ്രിയങ്ക മോള് നന്നായി പഠിച്ച കുട്ടിയാണ്, അതുകൊണ്ട് നല്ല പഠിപ്പൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനെ തന്നെ വേണം കൊണ്ടുവരാൻ കേട്ടോ എന്ന് അറിയിച്ചു. അത് കേട്ടതും അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്ന് ദാസപ്പൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന പ്രിയങ്കയെ നോക്കി രാധിക പുഞ്ചിരിക്കുമ്പോൾ തനിക്കാണ് ആലോചന വന്നതെന്ന് അറിഞ്ഞ് പ്രിയങ്ക ആകെ വിഷമത്തിലായി. അതിനുശേഷം കണിമംഗലത്ത് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് മുത്തശ്ശി തന്റെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ചായയുമായി കൽപ്പനയും അനുജത്തി റോഷനും എത്തി. കൽപ്പന റോഷനിയും കൂടി അവിടേക്ക് വന്നത് കണ്ട് മുത്തശ്ശി അവരോട് സംസാരിക്കുമ്പോൾ മുത്തശ്ശിക്ക് ചായ വേണ്ടേ എന്ന് ചോദിച്ചു. അല്ല, ഈ സമയത്ത് എന്തിനാ എനിക്ക് ചായ എന്ന് ചോദിച്ചതും കൽപ്പന പറഞ്ഞു, അല്ല, റോഷിനിക്ക് ഇപ്പോൾ ഒരു ചായ വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അവളെ എന്നാ മുത്തശ്ശിക്കും കൂടി ഒരു ചായ എടുക്കാനായി അറിയിച്ചു. അല്ല, വരുൺ എന്ത് ചെയ്യും മുത്തശ്ശി എന്ന് കൽപ്പന ചോദിച്ചപ്പോൾ അവൻ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് അവൻ്റെ റൂമിൽ കാണുമെന്ന് മുത്തശ്ശി മറുപടി നൽകി. അപ്പോഴാണ് കൽപ്പന പറഞ്ഞത്, അല്ല, പലപ്പോഴും മുത്തശ്ശിയുടെ കൂടെയാണല്ലോ വരുൺ വന്നിരിക്കാറ്, അതാണ് ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചത് എന്ന് കൽപ്പന പറഞ്ഞത് കേട്ട് മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയാ സ്നേഹമുള്ളവരെ എന്ന് പറഞ്ഞതും അവൻ അപ്പുറത്ത് റൂമിൽ തന്നെ ഉണ്ടാവും എന്ന് മുത്തശ്ശി അറിയിച്ചു. എൻ്റെ ചായ അവിടെ വെച്ചേക്കാനായി പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞത് കേട്ട് ചായ അവിടെ വെച്ചതിന് ശേഷം റോഷിനെയും വിളിച്ചുകൊണ്ട് കൽപ്പന വരുണിനെ അന്വേഷിച്ച് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ബാൽക്കണിയിൽ ഇരുന്ന് പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന വരുണിനെ കൽപ്പന കാണാനിടയായി. ഉടനെ തന്നെ കൽപ്പന റോഷിനെ അരികിലേക്ക് വിളിപ്പിച്ചു. നീ വന്നേ, നീ വേഗം ചെല്ല്, എന്നിട്ട് വരുണിനോട് പോയി സംസാരിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ട റോഷിനി പറഞ്ഞു, ഞാൻ എന്ത് സംസാരിക്കണേ ചേച്ചി, ഈ സമയത്ത് അവിടെ ചെന്ന് സംസാരിക്കുന്നതൊക്കെ ബോറല്ലേ എന്ന് ചോദിച്ചപ്പോൾ, പിന്നെ നിന്നെക്കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല, വേഗം ചെല്ല് പെണ്ണേ, ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുമെന്നല്ലോ എന്ന് പറഞ്ഞ് റോഷിനി അവിടേക്ക് പറഞ്ഞയച്ചു. റോഷിനി വരുണിന്റെ അരികിലേക്ക് ചെന്ന് വരുൺ പാട്ടൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ വരുൺ എന്ന് വിളിച്ചത് കേട്ട് വേഗം വരുൺ കണ്ണു തുറന്നു. ആഹാ, റോഷിനിയോ, വന്നിരിക്കേ എന്ന് ചോദിച്ചപ്പോൾ, അല്ല, ഇത് ഏത് പാട്ടായി കേൾക്കുന്നത്, എനിക്കൂടെ കേൾപ്പിച്ചു തരുമെന്ന് റോഷിനി അന്വേഷിച്ചു. അതിനെന്താ, ഇത് ചിലപ്പോൾ റോഷിനിക്ക് ഇഷ്ടമാണെന്ന് അറിയത്തില്ല, ഇതൊരല്പം വെസ്റ്റേണാ, ഇങ്ങനെ ചില സമയങ്ങളൊക്കെ ഞാൻ ഇതുപോലുള്ള സമയത്തൊക്കെ പാട്ട് ആസ്വദിക്കാറുണ്ട് എന്ന് പറഞ്ഞ് റോഷിനിക്ക് പാട്ട് കേൾക്കാനായി അത് വെച്ചു കൊടുക്കുകയാണ് വരുൺ. അത് കുറച്ചു നേരം കേട്ടതിന് ശേഷം
റോഷിനി അത് മാറ്റുന്നത് കണ്ട് വരുൺ ചോദിച്ചു, എന്ത് പറ്റി, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോഴേക്കും വരുണിനോട് റോഷിനി പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ഇപ്പോൾ എനിക്ക് അല്പനേരം വരുണിനോട് സംസാരിച്ചിരിക്കാൻ തോന്നി. തനിച്ച് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് വല്ലാതെ ബോറടിച്ചു. അതുകൊണ്ടാണ് ഞാൻ വരുണിനോട് സംസാരിക്കാനായി ഇങ്ങോട്ട് വന്നത്. അതാ ഞാൻ ഇപ്പൊ തൽക്കാലം പാട്ട് കേൾക്കുന്നില്ലെന്ന് വെച്ചത് എന്ന് റോഷിനി വരുണിനോട് പറഞ്ഞു. ആഹാ, അങ്ങനെ സംസാരിക്കാനാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, റോഷിനി കാര്യങ്ങൾ പറ, വിശേഷങ്ങളൊക്കെ പറ, നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് വരുൺ പറഞ്ഞത് കേട്ട് റോഷിനി ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, അതെ, ഇത് ശരിയായ കാര്യമല്ല. ഒരാൾ സംസാരിക്കണമെന്ന് പറയുമ്പോൾ അയാൾ സംസാരിക്കാതെ മറ്റൊരാളെ കൊണ്ട് മാത്രം സംസാരിച്ചെടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞതും വരുണിനോട് റോഷിനി പറഞ്ഞു, എന്നാ വരുൺ തന്നെ സംസാരിച്ചു, ഞാൻ കേൾക്കാം. അത് കേട്ടപ്പോൾ വരുൺ പറഞ്ഞു, അത് ശരിയല്ല, സംസാരിക്കുകയാണെങ്കിൽ അത് രണ്ടുപേരും കൂടി ഒരുമിച്ച് സംസാരിക്കണം, അല്ലാതെ ഒരാൾ മാത്രം നിന്ന് സംസാരിക്കുകയും മറ്റൊരാൾ കേൾക്കുന്നത് അത് ശരിയായ നടപടിയല്ല. അതിനോട് എനിക്കൊട്ട് യോജിപ്പില്ല എന്ന് വരുൺ പറഞ്ഞു. അത് കേട്ടതും വരുണോട് റോഷിനി അറിയിച്ചു, എന്നാ ശരി, ഞാൻ സംസാരിക്കാം. വരുൺ പറഞ്ഞു, എനിക്ക് വരുണിന്റെ ഇഷ്ടങ്ങളൊക്കെ അറിയണം. എന്തൊക്കെയാ വരുണിന് ഇഷ്ടമുള്ള ഹോബികൾ, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള സ്ഥലം, അങ്ങനെയൊക്കെ വരുണിന്റെ ഇഷ്ടങ്ങൾ പറ, ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ റോഷിനിയുടെ ആ ചോദ്യം കേട്ട് വരുൺ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് റോഷിനിയോട് പങ്കുവെച്ചു. അതിനുശേഷം റോഷിനി നേരെ കൽപ്പനയുടെ അരികിലേക്ക് എത്തി. എന്തുപറ്റി, വരുൺ നിന്നോട് സംസാരിച്ചില്ലേ എന്ന് റോഷിനിയോട് കൽപ്പന ചോദിച്ചതും റോഷിനി പറഞ്ഞു, അല്ല ചേച്ചി, എന്നോട് ഒത്തിരി നേരം സംസാരിച്ചു. വരുൺ എന്നോട് വരുൺ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വരുൺ ഇഷ്ടമുള്ള ആക്ട്രസ്, ഇഷ്ടമുള്ള ഡ്രസ്സ്, ഇഷ്ടമുള്ള ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അതിനിടയ്ക്ക് വരുണിന് ഒരു ഫോൺ കോൾ വന്നുകൊണ്ട് വരുൺ വേഗം അവിടേക്ക് പോയത് എന്നറിയിച്ചു. ഇത് കേട്ടതും, അത്രയൊക്കെ സംസാരിച്ചെങ്കിൽ നിനക്ക് ചോദിച്ചിടായിരുന്നോ നിന്നെ വരുൺ ഇഷ്ടമാണോ എന്ന്? അതൊക്കെ എങ്ങനെയാ ചേച്ചി പെട്ടെന്ന് ചോദിക്കുക പറഞ്ഞപ്പോൾ, എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അവന് നിന്നെ ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടി, ഈ ആണുങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിച്ചു വെക്കുന്ന ആളുകളാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോണം. അതാണ് അവരുടെ ഓരോ തീരുമാനങ്ങളും ഓരോ നീക്കങ്ങളും, അതാണ് അവരുടെ ശൈലി. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് തീർച്ചയായും, നിന്നോട് അവന് വലിയ ഇഷ്ടമൊക്കെ ഉണ്ട് എന്ന് റോഷിനിയോട് കൽപ്പന പറഞ്ഞു. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം, നീ അവനെ ശരിക്കും മുറുകെ പിടിച്ചോ എന്ന് റോഷിനിക്ക് നിർദ്ദേശം നൽകുന്നു കൽപ്പന. അതിനുശേഷം ആകെ വിഷമിച്ചങ്ങനെ റോഷിനി എന്താ ചെയ്യേണ്ടതെന്നോർത്ത് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് രാധിക തനിച്ച് മറ്റേതോ സ്ഥലത്തേക്ക് ആകെ വെപ്രാളത്തോടുകൂടി ഒരു വീടിന്റെ ഗേറ്റ് കടന്ന് എത്തിയത്. ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചതും വാതിൽ തുറന്ന് മുന്നിലേക്ക് വന്ന് ശരത്ത് നിൽക്കുന്നു. രാധികയെ കണ്ടതും വളരെ ആശ്ചര്യത്തിലും അതിശയത്തോടെയും രാധികയെ നോക്കി അങ്ങനെ ശരത്ത് നിൽക്കുമ്പോൾ ശരത്തിന്റെ വീടിനകത്ത് നിൽക്കുന്ന പ്രിയങ്ക രാധിക അവിടേക്ക് വന്നത് ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ പ്രിയങ്ക നോക്കുന്നു.